എല്ലാവർക്കും വിശ്വാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല നാടൻ രീതിയിലുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തതിന് ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം, അതൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു 3/4 കിലോ കോവയ്ക്ക എടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ്. കോവയ്ക്ക എടുക്കുമ്പോൾ അധികം മൂക്കാത്ത കോവയ്ക്ക കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടണത് ഉപയോഗിക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ. മൂക്കാത്ത കോവയ്ക്ക ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഞാൻ നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ അധികം മൂക്കാത്ത കോവയ്ക്ക തന്നെയാണ്, പക്ഷെ ഇവിടെ അത്ര നല്ല കോവയ്ക്ക കിട്ടാറില്ല, നാട്ടിലൊക്കെ കിട്ടണ ആ ഒരു രീതിയിൽ. ഇതിപ്പോൾ അത്യാവശ്യം മണ്ണുള്ള കോവയ്ക്കായ കാരണം ഞാനൊരു 8 കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു കോവയ്ക്ക. ഇപ്പോൾ നാട്ടിലൊക്കെ നീളത്തിലുള്ള, അതായത് വണ്ണധികം ഇല്ലാത്ത കോവയ്ക്ക കിട്ടുമല്ലോ, അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 കഷ്ണമൊക്കെ ആയിട്ട് മുറിച്ചെടുത്താൽ മതിയോ. ഇതിപ്പോൾ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണതൊക്കെ കാണിക്കണത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കോവയ്ക്കും കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ കോവയ്ക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പഴുത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാട്ടോ. പഴുത്തത് ഒരുപാടാകുമ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാനൊരു 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട്, കാരണം ഇത് മെഴുക്ക് പുരട്ടിയല്ലേ, അപ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം. പിന്നെ ഇത് നാടൻ രീതിയിലുള്ളൊരു മെഴുക്ക് പുരട്ടി ആകുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ, അപ്പോഴായിരിക്കും നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ചെറിയുള്ളിയും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇത് ശരിക്കും പറഞ്ഞൊരു തൃശ്ശൂർ സ്റ്റൈൽ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. പല സ്ഥലങ്ങളിലും, അതായത് കേരളത്തിൻ്റെ തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലല്ലേ മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കാം. ചില സ്ഥലങ്ങളിൽ കടുകാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം, അതായത് ചതച്ച മുളക്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള ചില്ലി ഫ്ലേക്സ് തന്നെയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം ഈ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അതോടൊപ്പം ചില്ലി ഫ്ലേക്സിൻ്റെ പച്ചമണം മാറണം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഉള്ളി നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ട് ഇതുപോലെ കിലുങ്ങണ പോലെ വരണുണ്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരട്ടെ. പക്ഷേ ഇതൊന്നും കരിഞ്ഞു പോരുത് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു കയ്പ്പ് രസം വരും, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ എന്നാൽ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും വേണം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, കോവയ്ക്കയിലേക്ക് ആവശ്യത്തിന്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ കോവയ്ക്ക് ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മളിത് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കില്ല, ആ സമയത്ത് ശ്രദ്ധിക്കുക കുഴഞ്ഞു പോകണ്ടോ എന്നുള്ളൊരു കാര്യം. ഇതിപ്പോൾ കുഴഞ്ഞിട്ടൊന്നുമില്ല തീരെ. ഇനി ഞാനിത് തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരും. കോവയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു വെജിറ്റബിൾ തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയുള്ളിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ സവോള ചേർത്ത് കൊടുക്കുക. പക്ഷേ സവോളയാകുമ്പോൾ ചെറിയുള്ളിയുടെ അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. എല്ലാം നല്ല മൂക്കാത്ത കോവയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും, ഒരുപാട് സമയമൊന്നും വേണ്ട. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പക്ഷേ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇതിപ്പോൾ ആവശ്യത്തിന് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. എനിക്കറിയാം പലർക്കും ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിൾ തന്നെയാണ് കോവയ്ക്ക എന്ന് പറയുന്നത്. പക്ഷേ ഗുണങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും കഴിച്ചു പോകും. കാരണം ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ
ബ്ലഡിലെ ഷുഗർ ലെവലൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ തന്നെയാണത്. അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് മെഡിസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ എല്ലാ വേര് ഇതെല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട് മരുന്നുകളൊക്കെ ആയിട്ട്. ഇപ്പം ഇത് റെഡി ആയിട്ട് വന്നിട്ട് ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.